ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 64. ഇന്നലെ തിങ്കളാഴ്ച ജിയോരെ ഇന്ത്യ മൊട്ടാകെ ഡൗൺ ആണ്. നെറ്റ്വർക്ക് ഫുള്ള് ഡൗൺ ആണ്. മൊബൈൽ നെറ്റ്വർക്ക് ആണെങ്കിലും ജിയോ ഫൈബർ അടക്കം ചില സമയത്തൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഉച്ച തൊട്ട് വൈകുന്നേരം വരെയായിരുന്നു ഈ ഒരു ഇഷ്യൂ വന്നത്. ഒരുപാട് പേർക്ക് എന്തൊക്കെയോ ഈ ജോലി ചെയ്യുന്നവരും അങ്ങനെ കുറേ പ്രശ്നം. ഞാനാണെങ്കിലും എൻ്റെ ജിയോ ഒരു സിം അല്ല, എയർടെല്ലാണ്. പക്ഷേ ജിയോ ഫൈബർ ചില സമയത്ത് കിട്ടുന്നുണ്ടായിട്ട കുറേ ഇഷ്യൂസൊക്കെ വന്നു തിങ്കളാഴ്ച. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അവർ ഇതുവരെ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ തോന്നുന്നു. ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് നോക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജിയോ മാത്രം കേട്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. ബാക്കിയുള്ളവർ അങ്ങനെ കേൾക്കുന്നതന്നെ അല്ലെങ്കിൽ ഉണ്ടാവുന്ന കുറവാണ്. എയർടെല്ലാണെങ്കിലും VI പിന്നെ അങ്ങനെ ഇല്ലാത്തവരാണ്. BSNL പിന്നെ അങ്ങനെ വലിയ സംഭവം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവരോട് പറയേണ്ട ആവശ്യമില്ല. എയർടെല്ലൊന്നും അങ്ങനത്തെ ഇഷ്യൂ വരാറില്ല കേട്ടോ, കുറവാണ്. ജിയോ ആണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു മെയിൻ ഇഷ്യൂ വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ജിയോ ആണ്. അപ്പം തിങ്കളാഴ്ച ഇനിയിപ്പം അടുത്തതിനി അപ്പം വരുന്ന അറിയത്തില്ല. പിന്നെ ഐക്യൂടെ C10 ലൈറ്റ് എന്ന് പറഞ്ഞൊരു പുതിയ ഫോൺ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 9,500 രൂപക്ക് ഓഫർ പ്രൈസിലൊക്കെ കിട്ടുന്നുണ്ട്. ഒരു നോർമലായിട്ടുള്ള ഫോൺ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 10K റേഞ്ചിൽ ഡിമെൻസിറ്റിയുടെ 6300 ചിപ്പ് സെറ്റും വെച്ചുകൊണ്ട് 6000 mAh ബാറ്ററിയൊക്കെ വെച്ചുകൊണ്ട് ഒരു നോർമൽ ഡീസൻ്റ് ആയിട്ടുള്ള സ്പെക്കിൽ വരുന്നൊരു മോഡൽ മാത്രമാണ്. അപ്പം അതിൻ്റെ തന്നെ വിവോയുടെ T4 ലൈറ്റ് അതന്നല്ലേ ആ ഒരു ഫോണിൻ്റെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ തന്നെ ഏതിലാണ് ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ IQ ആണെങ്കിൽ ആമസോണിലാണ്, വിവോ ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിലാണ്. അപ്പോൾ ഡിസൈൻ വൈസ് ഒക്കെ തന്നെ സെയിം ആയിരിക്കും എന്തായാലും. അപ്പം അങ്ങനെ ഒരു വിവോയുടെ ഫോൺ കൂടി ഇനി വരാനുണ്ട്. അപ്പം കമ്മിങ് സൂണൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ റിയൽമിയുടെ നാസോ 80 ലൈറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു റിയൽമിയുടെ ആ ഒരു സെയിം ടിപ്പിക്കൽ ഡിസൈനും വെച്ചുകൊണ്ട് അടുത്തൊരു ചാത്തൻ ഫോണാണെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല, കുറച്ചും കൂടെ മാറ്റമുണ്ട്. ഇപ്പം C73 ആണ് ഇപ്പോൾ ഇതിന് മുമ്പേ ഇറങ്ങിയത്. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ അത് നാസോ 80 ലൈറ്റിൻ്റെ പ്രൈസ് ആണെങ്കിൽ എത്രയാണ് 10,500 സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ 11,500, 1000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. സ്പെക്കൊക്കെ വൈസ് സെയിം ആട്ടോ, ഡിസൈൻ ആണെങ്കിൽ സെയിം ആണ്, പക്ഷേ ഇതിൻ്റെ പ്രൈസ് കുറവാണ്. ഈ പ്രൈസിനാണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 6300 ചിപ്പ് സെറ്റും 6000 mAh ബാറ്ററി 32 MB റിയർ ക്യാമറ വരുന്നുണ്ട്, 8 MB സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ IQയുടെ Z10 ലൈറ്റില്ലേ ഓൾമോസ്റ്റ് ആ സെയിം സ്പെക്ക് തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഡിസൈൻ വൈസ് ഒന്നും പറയാനില്ല, സെയിം ആണ്. ടിപ്പിക്കൽ ആ ഒരു റിയൽമി എന്തിനോ വേണ്ടി ഇറക്കുന്ന ഫോൺസ് ഇല്ലേ, ആ ഒരു ടിപ്പിക്കൽ ഡിസൈനാണ്. പക്ഷേ ഇത് പിന്നെയും കൊള്ളാം കേട്ടോ. കഴിഞ്ഞ മോഡലിൽ ഒരു 64 GB ഒക്കെ ആയിരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കിയ സമയത്ത് അങ്ങനെ ഒരു വേരിയൻ്റേ കാണുന്നില്ല. 4GB 128GB മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കൊള്ളാം. ഈ ഒരു ഫോൺ അത്യാവശ്യം ഒരു നോർമൽ സ്പെക്കിൽ വരുന്നതുകൊണ്ട് കൊള്ളാമെന്ന് പറയാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം, കമൻറ്റ് ചെയ്യാം കേട്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ പോക്കോയുടെ F7 ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഡിസൈൻ അടക്കം ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ സ്പെക്കും ഇപ്പോൾ അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. 24-ാം തീയതിയാണ് ഈ ഒരു ഫോൺ, ഈ ഒരു മാസം ലാസ്റ്റ് വീക്കാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീക്ക് തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഡിസൈൻ ഇതിന് മുമ്പേ നമ്മൾ ലീക്കിൽ റൂമേഴ്സിലൊക്കെ കണ്ട എക്സാക്റ്റ് ഡിസൈൻ ആട്ടോ. കാണാൻ നല്ല രസമുണ്ട്. 3 കളേഴ്സ് വരുന്നുണ്ട്. അതിൽ ഒരു കളറിൽ മാത്രമാണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്യാമറയുടെ പുറത്തൊക്കെ ഒരു സ്നാപ്ഡ്രാഗൻ്റെ ഒരു ലോഗോവും പിന്നെ 50 MB അങ്ങനെ ചില ഒരു ട്രാൻസ്പാരൻ്റ് അല്ല എന്നാൽ ഡിസൈൻ വൈസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കാണാൻ നൈസായിട്ടുണ്ട്. പക്ഷെ അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേറെ 2 കളർ വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. പിന്നെ ആ ഒരു ക്യാമറ മൊഡ്യൂളിൽ ഒരു ഗ്രീൻ ഒരു ലൈറ്റ് ആണോ എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. കാണാനൊക്കെ നൈസ് ഉണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ചിപ്സെറ്റാണ് വരുന്നത്. LPDDR 5X RAM, UFS 4.1 തന്നെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബെസ്റ്റ് എന്തൊക്കെയാണോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു ടോപ്പ് ലെവൽ പെർഫോമൻസ് എന്തായാലും ഈ ഒരു ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം ഇവരുടെ ഒരു ഫസ്റ്റ് പോക്കോ F1 തൊട്ട് ക്യാമറ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോണും അങ്ങനെ ക്യാമറ പ്ലസ് പെർഫോമൻസും ഉഗ്രനായിരിക്കും എന്ന് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഒരു 30,000 രൂപ നല്ലൊരു പ്രൈസ് പോയിന്റ് തന്നെ ആയിരിക്കും എന്തായാലും ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യും. 24-ാം തീയതിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ OnePlusൻ്റെ Nord 5ഉം Nord CE5ഉം അതിൻ്റെ ലോഞ്ച് ഡേറ്റും ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാസമല്ല, അടുത്ത മാസം 8-ാം തീയതിയാണ് ഈ ഒരു 2 ഫോണും ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ Nord 5 ആണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 എന്ന ചിപ്സെറ്റാണ്. 8S Gen 4 അല്ല 3 ആണ്, പ്രീവിയസ് മോഡലായിട്ടാണ് വരുന്നത്. ഇപ്പോൾ മറ്റേ CE5ലാണെങ്കിൽ ഏതാണ് മറ്റേ ഡിമെൻസിറ്റിയുടെ 8350 അതിപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല, എന്നാലും അത് തന്നെയായിരിക്കും എന്തായാലും വരുന്നത്. ഡിസൈൻ വൈസും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അന്നേ റിവീൽ ചെയ്ത കാര്യമാണ്.
കാണാൻ സാംസങ് ഫോൺസ് ഇപ്പം വരുന്ന സാംസങ് ഫോണിൻ്റെ ആ ഒരു എക്സാക്റ്റ് ക്യാമറ മൊഡ്യൂൾ പോലെയുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് വരുന്നത്. കാണാനൊക്കെ കൊള്ളാം. അപ്പം 8-ാം തീയതിയാണ് ഈ വൺ പ്ലസിൻ്റെ 2 ഫോൺസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് തന്നെ വൺ പ്ലസിൻ്റെ ബഡ്സ് 4 കൂടെ വരുന്നുണ്ട് കേട്ടോ. അതും നൈസായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതും കൂടി ഈ 3 പ്രൊഡക്റ്റാണ് 8-ാം തീയതി വൺ പ്ലസ് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ നത്തിങ് ഫോൺ 3 അതിൽ വരുന്ന പ്രോസർ ഇപ്പോൾ ഒരു റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 4 എന്ന ചിപ്സെറ്റും വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു പ്രോസറും വെച്ചുകൊണ്ട് വരുന്ന ഫോൺ എന്ന് പറയുന്നത് ഒരു 30K 35K ആ റേഞ്ചിലാണ് വരാറ്. ഈ നത്തിങ് കൊണ്ടുവരുമ്പോൾ അത് പ്രൈസ് എന്തായാലും കൂടെ നല്ല ചാൻസ് ഉണ്ട്. കാരണം അവരങ്ങനെ ഒരു ബെസ്റ്റ് പ്രൈസ് പോയിന്റിലായിരിക്കത്തില്ല എപ്പോഴും ഫോൺസ്, അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അവർ വെക്കാറില്ല. എന്തായാലും അതിനും കാട്ടി പ്രൈസ് കൂടിയിട്ടായിരിക്കും നോർമലി വരാറുള്ളത്. ഇതും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്തായാലും വരുന്നത്. ഡിസൈൻ വൈസ് ഈ കാണുന്ന ഡിസൈൻ ആണെന്നും ചില ലീക്സിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഇതുവരെ അവർ റിവീൽ ചെയ്യില്ല. എന്നാലും നമ്മൾ റിവീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അടുത്ത വീട്ടിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജൂലൈ 1-ാം തീയതിയാണ് ഈ നത്തിങ് ഫോൺ 3 ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ കുറച്ച് ദിവസങ്ങളല്ല കുറച്ചായി സാംസങ് ഒരു ഫോൺ ഇറക്കിയിട്ട്. ലാസ്റ്റ് എനിക്ക് തോന്നുന്ന എഡ്ജ് അത് തന്നെയാണ് ഇറക്കിയത്. ഇപ്പം തോടെ പുതിയൊരു ഫോൺ കൂടെ ആയിട്ട് വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ M36 എന്ന മോഡലാണ്. പുതിയൊരു ഫോണാണെന്ന് പറയാനില്ല. സ്പെസിഫിക്കേഷൻ വൈസ് പ്രീവിയസ് M35 ഉണ്ടായ സെയിം ചിപ്സെറ്റ് തന്നെയാണ്. എക്സിനോസിൻ്റെ 1380 തന്നെയാണ് വരുന്നത്. 6500 mAh ബാറ്ററി ഉണ്ടാകും. 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കോമൺ ആണ് എല്ലാത്തിലും. അത് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യാറ്. അത് ബേസിക് എൻട്രി ലെവൽ ഫോൺ തൊട്ട് ഫ്ലാഗ്ഷിപ്പ് ലെവൽ S25 അടക്കം 25 വാട്ട് തന്നെയാണ് സാംസങ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഒരു സെയിം ഡിസൈൻ വൈസ് ആണ് ഇപ്പം വരുന്നത്. ഈ 2025 വന്ന സാംസങ് ഫോണിൽ കണ്ട ആ ഒരു എക്സാക്ട് ഡിസൈൻ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോണും കൂടെ വരുന്നത്. സോ സ്പെസിഫിക്കേഷൻ വൈസ് അല്ലെങ്കിൽ ചിപ്സെറ്റ് വൈസ് ഒന്നും വലിയ മാറ്റങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു സംഭവമൊന്നുമില്ല. കമ്മിങ് സോൺ പോസ്റ്റർ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആമസോണിൽ പേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന രീതിയിൽ നമ്മളത് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഓപ്പോയുടെ K13X ഇതിൻ്റെ ഒഫീഷ്യലായിട്ടാണ് ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 23-ാം തീയതിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. സ്പെസിഫിക്കേഷൻ വൈസ് ആണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 6300 ചിപ്സെറ്റ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് പ്രീവിയസ് 12Xലാണെങ്കിലും ഇതേ സെയിം പ്രോസർ തന്നെയാണ് വെച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റത്തുമില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ പ്രൈസ് കുറച്ചൊരു 10K ലെവലിൽ വന്നു കഴിഞ്ഞാൽ നൈസായിരിക്കും. ബാക്കിയുള്ള സ്പെക്ക് ആണെങ്കിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 50 MB ഡുവൽ റിയർ ക്യാമറ വരുന്നുണ്ട്. 8 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. IP65 ഒക്കെയാണ് റേറ്റിംഗ് ഒക്കെ ആയിട്ട് വരുന്നത്. അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ടുള്ള ആ റേഞ്ചിൽ വരുന്നൊരു മോഡലാണ്. അപ്പോൾ ഡിമെൻസിറ്റി 6300 ആണെങ്കിൽ 10K റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ബാക്കിയുള്ള ഫോണിനെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പോയുടെ നല്ലൊരു ഫോൺ കൂടെ നല്ല പ്രൈസ് പോയിന്റിൽ വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ളത് ടെക്നോ പോവ 7 സീരീസ് കൂടെ വരുന്നുണ്ട്. അതിപ്പോൾ കമ്മിങ് സൂൺ ആയിട്ടുള്ള പേജ് മാത്രമാണ് ഫ്ലിപ്കാർട്ട് വന്നിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. വരുന്ന രീതിയിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ടെക് ന്യൂസാണ് നമുക്ക് ഇന്നത്തെ ടെക് വിത്ത് അഭിനയിൽ പറയാനുള്ളത്. ടെക് ന്യൂസ് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല, ഫുൾ അപ്കമിങ് ഫോൺസ് ആട്ടോ. പറഞ്ഞ എല്ലാം അപ്കമിങ് ഫോൺസ് തന്നെയാണ്. ബാക്കിയൊന്നും ഇല്ലടേ, എല്ലാം ഇത് നമുക്ക് മെയിനായിട്ട് ഇതന്നെ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള കാര്യം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺസിനെ പറ്റി പറയാനുള്ളൂ. അപ്പോൾ ഒരുപാട് ഫോൺസ് ഈ മാസവും അടുത്ത മാസമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനിയും അടുത്ത ഒരുപാട് മോഡൽസ് ഇനിയും വരാനുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് മോഡൽസ് വരാനുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് സൈനിങ് ഓഫ്. ബൈ.